Hello friends, welcome back to another video. In this video, I am an editing tutorial. This is an editing series. This is the 5th video. In the videos, you can support the link in the description. In this video, I am a miniature editing tutorial. Now, we screen image on our phone easy edit the video. Video channel subscribe bell icon enable. ആദ്യം നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോ പിക്സാർട്ടിൽ ഓപ്പൺ ആക്കാം. പിക്സാർട്ടിൽ കയറിയ ശേഷം നമുക്ക് വേണ്ട പാട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാം. അതിനായി കട്ടൗട്ടിൽ കയറി ഔട്ട്ലൈൻ സെലക്ട് ആക്കുക. ദെൻ നമുക്ക് പോയിന്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഫുള്ളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ മുകളിൽ കാണുന്ന ആരോ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സ്റ്റിക്കർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ സ്റ്റിക്കർ ഫുള്ള് ഏരിയയും സെലക്ട് ആയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവാത്ത പാട്ടെല്ലാം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്റ്റിക്കർ എവിടെയെല്ലാം സെലക്ട് ആയിട്ടുണ്ട് എന്ന് പെർഫെക്റ്റ് ആയിട്ട് അറിയാവുന്നതാണ്. ഇറേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇറേസ് ചെയ്യുമ്പോൾ പോയിൻ്റ് സൈസ് മാക്സിമം കുറച്ച് ചെയ്യാൻ നോക്കുക. പോയിൻ്റ് സൈസ് കുറയ്ക്കുമ്പോൾ ഹാർഡ്നെസ് ഫുള്ളാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് ആക്കാം. ദെൻ സേവ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇമേജിൽ ഏത് പോർഷൻ എൻലാർജ് ചെയ്യേണ്ടത് ആ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ടിങ് കയറി ഞാൻ ഈ ഹെൽമെറ്റിൻ്റെ പോർഷനാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. പോയിൻറ്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഹെൽമെറ്റിൻ്റെ പോർഷന് ഞാൻ ഇവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ആക്കാം. നമ്മളിപ്പം ചെയ്ത 2 സ്റ്റിക്കറും നമ്മളിവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്കിനി ഒരു പിക്സാർട്ടിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ആക്കാം. ഞാൻ ഇവിടെ ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഓപ്പൺ ആക്കാം. ഈ ഇമേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഡ്രോയിങ്ങിൽ കയറി ഡ്രോയിങ്ങിൽ ഇപ്പോൾ ഓൾറെഡി ഒരു MD ലെയർ സെലക്റ്റായി കിടപ്പുണ്ട്. ഇനി അടുത്തതായിട്ട് അതിനടുത്തായി കാണുന്ന നമ്മൾ ഈ ഒരു ആഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ സ്റ്റിക്കേഴ്സ്, ദെൻ മൈ സ്റ്റിക്കേഴ്സ്, ദെൻ കട്ടൗട്ട്. കട്ടൗട്ടിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 കട്ടൗട്ട് ഇവിടെ കിടപ്പുണ്ട്. അതിൽ ആ ബൈക്കിൻ്റെ ഇമേജ് സെലക്ട് ആക്കുക. ദെൻ അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ
ഒരു എം ടി ലെയറിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അതിന് ലേയേഴ്സ് കയറി ആഡ് ലെയർ കയറി എം ടി ലെയർ. അടുത്തതായിട്ട് നമുക്ക് ഈ ഹെൽമെറ്റിൻ്റെ പോർഷൻ ഇതിൽ ആഡ് ചെയ്യണം. അതിന് മാക്സിമം ഹെൽമെറ്റിൻ്റെ പോർഷൻ ഒന്ന് സൂം ചെയ്യുക. ദെൻ സ്റ്റിക്കേഴ്സ്, ദെൻ മൈ സ്റ്റിക്കേഴ്സ് കട്ട് ഔട്ട്. ദെൻ ആ ഹെൽമെറ്റിൻ്റെ പോർഷൻ മാക്സിമം എൻലാർജ് ചെയ്ത് ആ ഇമേജിന് സ്യൂട്ടാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിത് സേവ് ആക്കാം. സേവ് ആക്കാൻ ഈ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ സേവ് ഇമേജ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഇമേജ് സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കാം. സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കി ഈ ഇമേജും ബാക്ക്ഗ്രൗണ്ടുമായിട്ട് കളറൊക്കെ ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇമേജും ബാക്ക്ഗ്രൗണ്ടുമായിട്ടുള്ള കളറൊന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ബ്രഷ് സെലക്ട് ചെയ്ത് എക്സ്പോഷർ ഒന്ന് കുറച്ച് നമ്മൾ ആ ഒരു ബൈക്കിൻ്റെ പോർഷനും ആ ഗ്രൗണ്ടുമായിട്ട് ആ ചേരുന്ന ഒരു പാർട്ടിൽ ജസ്റ്റ് ഒന്ന് എക്സ്പോഷർ കുറച്ച് കൊടുക്കുക. ദെൻ സെലക്റ്റീവിൽ കയറി നമ്മളിപ്പോൾ എക്സ്പോഷർ കുറച്ച് ആ പോർഷൻ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നെസ് കുറച്ച് കൊടുക്കുക. ഗ്രൗണ്ടിൻ്റെ പോർഷനും ആ ബൈക്കിൻ്റെ ബേസുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നത് വരെ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. നമ്മുടെ ഇമേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ആക്കാം. നമുക്ക് ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഇതുപോലൊരു മിനിയേച്ചർ നമ്മുടെ ഫോണിൽ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.